ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടി. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനസർവീസിന് വേണ്ടിയിട്ടാണ് കയറ്റിയിരിക്കുന്നത്. ജനസർവീസ് വേണ്ടിയിട്ടുണ്ട്. അതുപോലെ സ്ലോ സ്പീഡ് ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും കട്ടിലാടുമ്പോൾ ഒരു സൗണ്ട് വൈബ്രേഷൻ കൊടുക്കും എന്നൊക്കെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജനസർവീസായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിനുവേണ്ടി നമ്മളതിൻ്റെ ക്ലച്ചിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ക്ലച്ചിൻ്റെ സൈഡ് നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതിൻ്റെ ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റാണ്. നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ അതുപോലെ ബെൽറ്റായാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഹോണ്ടയുടെ കമ്പനി ബെൽറ്റ് തന്നെ കിടക്കണം. നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ വെയിറ്റ് പോസിറ്റീവ് നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. എല്ലാം അതിന് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ അതുപോലെ ബാക്കിലെ ബ്രേക്കിൻ്റെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്ത് കൊണ്ട് ബാക്കിലെ ബ്രേക്ക് നമുക്ക് തവണത്തെയും കൂടി അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. നമുക്ക് വീലൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. ഞാൻ ഫ്രണ്ട് വീൽ അയച്ചത് കൊണ്ടാണ് ഇപ്പോൾ ബാക്ക് അയക്കാത്തത്. അത് കഴിഞ്ഞാൽ ബാക്ക് വീലൊക്കെ ഒന്ന് അയച്ച് അതിൻ്റെ ബ്രേക്ക് നമുക്കൊന്ന് ഗ്രീസ് ചെയ്തിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം. തവണത്തെയും കൂടി നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അതിൽ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട് എയർ ഫിൽറ്ററും കുഴപ്പമൊന്നുമില്ല. നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല. പിന്നെ അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളായാലും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. അതന്നെ ഉപയോഗിക്കാം. നമുക്ക് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അതിൻ്റെ ബുഷുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബുഷുകളായാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് അതന്നെ ഉപയോഗിക്കാം. അപ്പോൾ എല്ലാം ഒന്ന് ഗ്രീസ് ചെയ്തെടുത്താൽ മതി. വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ നമ്മളതിൻ്റെ ബാറ്ററിയുടെ ഭാഗം ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബാറ്ററി ഇരിക്കുന്നത് 2024 മോഡൽ ബാറ്ററിയാണ്. നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. സെൽഫിന് വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല. അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 13.22 മാക്സിമം വോൾട്ട് കിട്ടുന്നുണ്ട്. അത് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴായാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഒരു 9 വരെ വോൾട്ട് താഴോട്ട് വരുന്നുണ്ട്. ഒരു 8 വോൾട്ടിന് താഴോട്ട് വന്നു കഴിഞ്ഞാണ് ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ട് കൂട്ടുള്ളൂ. പിന്നെ അതുപോലെ സെക്കൻഡറി ഫിൽറ്റർ ആയാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. നമുക്ക് അതിനെ ഉപയോഗിക്കാം. പ്ലഗിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പ്ലഗ് ആയാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ നമ്മളതിൻ്റെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഓയിൽ ചെക്ക് ചെയ്യാൻ മാത്രമേ വേണ്ടുള്ളൂ. നിലവിൽ ഒരല്പം ലെവൽ കുറവുണ്ട്. അതൊന്ന് ടോപ്പ് ചെയ്യാം. വേറെ കളർ നോക്കുമ്പോൾ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ ഓടിച്ച് നോക്കിയിട്ട് വേറെ അങ്ങനെ പ്രത്യേകിച്ച് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. സർവീസിൻ്റേതായ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകാനാണല്ലോ. പിന്നെ സർവീസും അതുപോലെ മാറ്റാനായിട്ട് വേറെ പാർട്സുകളായിട്ട് മാറ്റാനോ വേറെ ഒന്നുമില്ല. സർവീസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.